ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ട് ഒന്നിരാടം ദിവസങ്ങളിലായിരുന്നു വാഷ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ നല്ല രീതിയിൽ താരനായി. പിന്നെ നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഇതിന് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി തലയിലിടാമെന്ന്. അതിന് വേണ്ടി ഞാനൊരു ഗ്രീൻ ഹെയർ പാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനൊരു റൗണ്ട് വീടിന് ചുറ്റും നടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് തുളസിയിലയാണ്. അപ്പോൾ ഞാൻ തുളസിയില ഒരു 2-3 തണ്ട് പറിച്ചെടുത്തു. പിന്നെ ജസ്റ്റ് അങ്ങ് നടന്നു വരുമ്പോഴാണ് മമ്മി സൈഡിൽ കയ്യൂന്നി നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടത്. അപ്പോൾ കയ്യൂന്നിയും കൂടെ ഒരു 1-2 തണ്ട് എടുത്തു കേട്ടോ. ഇത് ഈ എണ്ണ കാച്ച, അതായത് മുടി വളർച്ചയൊക്കെ നല്ലതാണ്, എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ അതും എടുത്തൊരു 2-3 തണ്ട്. പിന്നെ എടുത്തത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഒരു തണ്ട് മുഴുവനായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതിൻ്റെ മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലൊരു 10-15 മിനിറ്റ് വെച്ച് മഞ്ഞക്കറ എല്ലാം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതെടുത്ത് വെച്ചത്. പിന്നെ നോക്കിയപ്പോൾ കണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഒരു 2-3 തണ്ട് എടുത്തു. താളി പതയ്ക്കാൻ വേണ്ടി ചെമ്പരത്തിയില ഓൾറെഡി പറിച്ച് വെച്ചുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്പരത്തിയിലയും അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തി പൂവും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊരു 4-5 ചെമ്പരത്തിയിലയും ഉണ്ടായിരുന്ന പൂവെല്ലാം കൂടെ എടുത്തു കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആര്യവേപ്പിലയോ മുരിങ്ങയിലയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ അരച്ചിട്ട് കുറച്ചൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. പിന്നെ ഇത് അരച്ചെടുത്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തലയിൽ എണ്ണ വെക്കുകയാണ് ചെയ്തത്. കാരണം ചിലപ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഹെയറിൽ നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം വേണം ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാക്കിൽ തന്നെ കുറച്ച് എണ്ണ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും തലയിലിടാം. ഞാൻ നോർമലി ചെയ്യുന്നത് ഓയിൽ ചെയ്തതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ തന്നെ തലയിൽ തേക്കാവുന്നതാണ്. ഇനി ഈ പാക്ക് ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആദ്യം സ്കാൽപ്പിൽ തേച്ച് ബാക്കിയുള്ളത് ഹെയറിൽ തൂക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പോകേണ്ടത് താരനും കാര്യങ്ങളൊക്കെയാണ് പോകേണ്ടത്. പിന്നെ സ്കാൽപ്പ് ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ഹെയർ ഹെൽത്തി ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. താരം പോകാനും മുടി പൊഴിച്ചിൽ കുറയാനും അതുപോലെ തന്നെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ നമുക്ക് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒന്ന് വെച്ച് ഉപയോഗിച്ചാൽ ഹെയർ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും മാറും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനുള്ള എല്ലാ പ്രോബ്ലംസും മാറും. മുടിയൊക്കെ നന്നായിട്ട് വളരും കേട്ടോ. ചെമ്പരത്തിയുടെ ഇലയും പൂവും എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ ഷാമ്പൂ ഒന്നും ഇട്ടില്ല കേട്ടോ. ഡയറക്റ്റ്ലി അങ്ങ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യുകയാണ് ചെയ്തത്. മുടി ഒട്ടും ഡ്രൈ ആയിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.